ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഹാക്കിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ഹാക്കിംഗ് തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഓൺലൈൻ തട്ടിപ്പിനെ കുറിച്ച് പറയാനാണ് വന്നത്. ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. നമ്മൾ എല്ലാവരും വാട്സപ്പ് യൂസ് ചെയ്യുന്ന നമ്മുടെ ഫ്രണ്ട്സ്, പരിചയമില്ലാത്ത ആൾക്കാർ ഒക്കെ നമുക്ക് വാട്സപ്പിൽ ഫോട്ടോസും വീഡിയോസും മെസ്സേജും ഒക്കെ അയച്ചു തരും അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരാളുടെ വാട്സപ്പ് മെസ്സേജിൽ നിന്ന് ഒരു ഫോട്ടോ വന്നു, നമ്മൾ അത് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഫോൺ മൊത്തം ഹാക്കായി പോവാണ്. ഇത് സംഭവിച്ചു നമ്മുടെ തിരുവനന്തപുരത്ത്. അവരെ ഫോണ്, അതേപോലെ തന്നെ വാട്സപ്പ്, ഗൂഗിൾ പേ എല്ലാം ഹാക്കായി, അവരെ ക്യാഷ് നഷ്ടപ്പെട്ടു. അപ്പം ഇത് കേരള പോലീസാണ് നമുക്ക് ഈ ഒരു ഇൻഫോർമേഷൻ തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നിങ്ങൾക്ക് അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക. അതിൽ വരുന്ന ഫോട്ടോസ് അവർക്ക് നിങ്ങളെ ഹാക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും എടുക്കാൻ പറ്റും. ഈ ഒരു മെത്തേഡിനെ കുറിച്ച് കൂടുതൽ പറയാം. അതിനു മുമ്പ് നിങ്ങളൊരു കാര്യം, അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും, നമ്മുടെ ഫോണിലോ ഓട്ടോ ഡൗൺലോഡർ ആണ്, വാട്സപ്പിൽ നിന്ന് വരില്ലേ? അത് ശ്രദ്ധിക്കുക. അതിനെന്ത് ചെയ്യണം? വാട്സപ്പിൽ ഈ കാണുന്ന സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സ് പോയിട്ട് ഡാറ്റ പ്രൈവസി, ഡാറ്റയിൽ പോയിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് ഡാറ്റയിൽ പോയിട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക? ഓട്ടോ ഡൗൺലോഡ്സ് ഉള്ള എല്ലാം ഡിസേബിൾ ചെയ്യുക. ഇത് വാട്സപ്പിൽ മാത്രമല്ല ടെലിഗ്രാമിലും ചെയ്ത് വെക്കണം കേട്ടോ. ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ അജയ് ടെക് ടിപ്സ് വാട്സപ്പേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇല്ല. നിങ്ങൾ ഏതൊക്കെ ഫോട്ടോസ് പരിചയമില്ലാതെ ആരയക്കുന്നോ അതില് ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സ്റ്റെഗാനോഗ്രഫി. നിങ്ങൾക്ക് ഒരു ഫോട്ടോ അയച്ചു തരും, പക്ഷെ നമ്മളെന്താ വിചാരിക്കുക? ഫോട്ടോ ആയിരിക്കും. പക്ഷെ ആ ഫോട്ടോയില് ഒരു മലീഷ്യസ് കോഡ് അല്ലെങ്കിൽ ഒരു വൈറസ് കോഡ് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ എംബഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ചില പാട്ട് കേൾക്കുമ്പോൾ പാട്ടിന്റെ ഫയലായിരിക്കും അത് നമ്മളെ കാറിൽ പ്ലേ ചെയ്യുമ്പോഴും ടി വിയിൽ പ്ലേ ചെയ്യുമ്പോൾ വേറെ ഒരു ആ ഫിലിമിന്റെ ഫോട്ടോ കാണുന്നത്. അതേപോലെ ഒരു ഫയലിനുള്ളിൽ വേറെ ഫയലിനെ അറിയാണ്ട്, അത് അറിഞ്ഞിട്ട് സൂക്ഷിക്കുന്നത്, ഇത് അറിയാണ്ട് സൂക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഒരു മലീഷ്യസ് ലിങ്ക് നിങ്ങൾ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക? അല്ലെങ്കിൽ ഫോട്ടോ ഫോണിൽ ഡൗൺലോഡ് ചെയ്താൽ ഫോണിന്റെ എല്ലാ പെർമിഷൻസും അവർക്ക് ഗ്രാൻഡ് ചെയ്യാനുള്ള കമാൻഡ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ അവർക്ക് എന്താ, നിങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ അവർക്ക് ആ ഫോൺ യൂസ് ചെയ്യുക. ഇതേപോലെ തന്നെയാണ് നമ്മൾ പല ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പൊ ആ തട്ടിപ്പിനെ കുറിച്ച് അജയ് ടെക് ടിപ്സും കേരള സൈബർ സെല്ലും എല്ലാവരും ഇത് പറയുന്നതുകൊണ്ട് തന്നെ ജനങ്ങളെ അവെയർ ആയതുകൊണ്ട് തട്ടിപ്പുകാർ പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്തത് സ്റ്റെഗനോഗ്രഫി. അപ്പൊ ഈ ഒരു മെത്തേഡ് വരുമ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ഫോട്ടോയിൽ ഒരു കോഡ് ഉണ്ടാവും. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് റൺ ആവും, അല്ലെങ്കിൽ ഓട്ടോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോണിൽ കയറിയിട്ട് ആ ടീമിന് എന്ത് ചെയ്യും? അതിന്റെ ആക്സസ് കൊടുക്കും. അപ്പൊ അവരെ ഹാക്കിംഗ് സോഫ്റ്റ്വെയറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ഫോണിന്റെ ക്യാമറ, മൈക്ക്, ലൊക്കേഷൻ, അതേപോലെ സ്റ്റോറേജിന്റെ ഫുൾ പെർമിഷൻ ഉണ്ടാവും, മെസ്സേജിങ്ങിന്റെ ഫുൾ പെർമിഷൻ ഉണ്ടാവും, വാട്സപ്പിന്റെ ഫുൾ പെർമിഷൻ ഉണ്ടാവും, ഫേസ്ബുക്ക്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം അതേപോലെ നിങ്ങളുടെ ഫോൺ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും റിമോട്ടായിട്ട്. അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് ഒരു OTP ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്കിലത്തെ പൈസ വരെ അവർക്ക് അടിച്ചു മാറ്റാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ അതേപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടത് എങ്ങനെ ഹാക്കിംഗ് അല്ല, എത്തിക്കൽ ഹാക്കിംഗ് ആണ്. എങ്ങനെ ഹാക്കിംഗ് പഠിക്കണമെങ്കിൽ ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്, സ്മാർട്ട് ടെക്നോളജീസ്. നമ്മുടെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും. വളരെ മിതമായ നിരക്കിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് ആൾക്കാരെ അവെയർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് കരിയറായി ചൂസ് ചെയ്യാം. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കരിയറിൽ വരുന്നത് ഈ സൈബർ സെക്യൂരിറ്റി. കാരണം തട്ടിപ്പുകാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് കരിയർ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരും. ഇത് ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, അല്ലാണ്ട് ഇത് വലിയൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ട് നമ്മൾ ചെയ്യല്ല. അപ്പം അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് കാര്യം പറയാം, ഈ സ്റ്റെഗനോഗ്രഫി ഇന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഡിസേബിൾ ചെയ്യുക. പിന്നെ പരിചയമില്ലാത്ത ആര് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താലും ആ മെസ്സേജ് ക്ലിക്ക് ചെയ്തിരിക്കുക. അത് ഫോട്ടോ ആവാം, വീഡിയോ ആവാം, എന്തും ആവാം, സോങ് ആവാം, എന്തും ആവാം, അതിലൊക്കെ എന്ത് ചെയ്യുക? ഇവർക്ക് ഈ ഒരു മലീഷ്യസ് കോഡ് റൺ ചെയ്യുക, അതായത് വൈറസ് കോഡ് റൺ ചെയ്യാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് ഹാക്ക് ആയി പോകും. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.